ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് നീം ലീഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 2025 പ്ലാനർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ പേജസിലൂടെയും പോകുന്നുണ്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാൻ ചെന്ന് നോക്കി ഒക്കെയാണ് ഇതെടുത്തത്. ഞാൻ നമ്മുടെ ലുലു മാളിൽ ക്രോസ് വേർഡിൽ നിന്നാണ് ഈ പ്ലാനർ വാങ്ങിച്ചത്. എനിക്ക് കവറൊക്കെ തുറന്ന് ആ പേജസൊക്കെ നോക്കാൻ അവർ സമ്മതിച്ചു. നമ്മളത് കാരണം അതൊക്കെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് പറ്റി. സെയിം പ്ലാനർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാക്ടറി നോട്ട്സിൻ്റെ തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇത്രയും കാലം ഒരു 5 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫാക്ടറി നോട്ട്സിൻ്റെ ബുള്ളറ്റ് ജേർണലാണ്. ഡോട്ട് ഗ്രിഡഡ് ആയിട്ടുള്ള A5 സൈസും അതിനേക്കാൾ ചെറിയ സൈസും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ആ ടൈമിലൊക്കെ ഒരുപാട് കടകളിൽ ലുലുമാളിലടക്കം കയറി ഇറങ്ങി നടന്നിട്ടും എനിക്കിങ്ങനെ ഒരു ഡോട്ട് ഗ്രിഡഡ് ആയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റിലൊരു ജേർണൽ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. സോ അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി തന്നെയാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോൺ വഴിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയായിരിക്കും. എന്തായാലും ഇപ്പോൾ ക്രോസ് വേർഡിൽ ലുലുമാളിൽ പലതരത്തിലുള്ള ജേർണലുകൾ എഴുതാൻ പറ്റിയ രീതിയിലുള്ള ഡോട്ട് ഗ്രിഡഡും അല്ലാത്ത പ്ലെയിൻ പേപ്പേഴ്സ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബുക്ക്സ് അവൈലബിൾ ആണ്. എന്തായാലും ഫാക്ടറി നോട്ട്സിൻ്റെ വെബ് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാട്ടോ ഡിസ്ക്രിപ്ഷനിൽ. വെബ് പേജിൽ കയറിയിട്ടാവുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്രോസ് വേർഡിലും വെബ്സൈറ്റിലും സെയിം റേറ്റ് തന്നെയാണ്. 999 ആയിരുന്നു പ്ലാനറിന്. എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി നോക്കണം കേട്ടോ. ഞാൻ ചൂസ് ചെയ്തത് വൈറ്റ് കളറിലെ ഒരു പ്ലാനറാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുള്ളത് സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. എനിക്കത് എഴുതിയിരുന്നത് ആ ഒരു കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാനത് ചൂസ് ചെയ്തത്. സോ അത് കഴിഞ്ഞ് കയറുന്ന പേജിലാണെങ്കിലും ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്, അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വാട്ടർ കളർ ചെയ്ത പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ കളർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്പാരൻറ്റ് ലുക്കും ചില തിക്നെസ് കൊടുത്തിട്ടുള്ള ആ ഒരു കളറിങ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ ടോപ്പ് 5 ഗോൾസ് എഴുതാനായിരുന്നു. സോ നമ്മൾ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. അതിനെ എങ്ങനെ ടോപ്പ് 5 ഗോൾ ഫിൽറ്റർ ചെയ്തെടുക്കുമെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെ ഗോൾസ് തരം തിരിച്ച് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഗോൾസ് തിരിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ട് അത് എങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. പഴയ വീഡിയോ വളരെ ലെങ്തി ആൻഡ് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഇനി അടുത്ത പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കലണ്ടറാണ്. സ്പെഷ്യൽ ഡേയ്സ് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലണ്ടറാണിത്. സ്പെഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് ബർത്ത്ഡേയ്സ് എഴുതാം, ആനിവേഴ്സറി എഴുതാം. പിന്നെ നമുക്ക് വല്ല കല്യാണം ഉണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനുവരിയിൽ നിൽക്കുന്ന സമയത്ത് ഫെബ്രുവരിയിൽ മാർച്ചിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ ഈ ഇയറിനെ മൊത്തത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേജാണിത്. അപ്പോൾ ഇനി അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ തരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സും ഇമേജസും വേർഡ്സും ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ആണ്. അടുത്ത ഇയർ തൊട്ട് ഒരു 5 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന 2025 മാത്രം ഫോക്കസ് ചെയ്തിട്ടൊരു വിഷൻ ബോർഡ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ 2024 ഒരു റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടൊരു ഏരിയ തന്നിട്ടുണ്ട്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നടന്നതോ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നതോ എന്തെങ്കിലും കീ മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ എഴുതാം. ഇനി 2025 ഒരു ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പിക്ചേഴ്സ് വെച്ചിട്ടായിരുന്നെങ്കിൽ ഇത് ജസ്റ്റ് വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് ഒരു റോഡ് മാപ്പ്, മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്ത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഏരിയ തന്നിട്ടുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഈ പേജ്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ചെയ്ത പോലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഗോൾസ് എഴുതി വയ്ക്കാനൊരു ഏരിയ ഉണ്ടാവുമല്ലോ. അതുപോലെ ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ഏരിയ ആണ്. വർക്കിൻ്റെ ഏരിയ ആവാം, ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഏരിയ ആവാം, മൈൻഡ് ആവാം, അങ്ങനെ ഓരോ ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണോ വേണ്ടത് അത് പോയിൻ്റ് ബൈ പോയിൻ്റ് എഴുതാം. ഇനി അടുത്തത് ഫ്യൂച്ചറിലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെറ്റർ എഴുതാം. ഈ ബുക്ക് നമ്മൾ എന്തായാലും സൂക്ഷിച്ച് വയ്ക്കും. പിന്നീട് ഒരു 5 വർഷത്തിന് ശേഷം വന്ന് ഈ ബുക്ക് നോക്കുമ്പോൾ, ഇത് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു, എവിടെ എത്താനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ഇടയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം. നമുക്ക് മിസ്റ്റേക്സ് വന്നപ്പോൾ നമ്മൾ പേടിച്ച് പിന്നോട്ട് മാറിയിട്ടുണ്ടാവാം. എന്തൊക്കെയാണ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്, നമ്മൾ മേലോട്ടാണോ പോയിരിക്കുന്നത് താഴേക്കാണോ പോയിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാവണം നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള നിങ്ങൾക്കൊരു ലെറ്റർ എഴുതാനായിട്ട്. ഇനി അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളെ എന്തോരം അറിയാമെന്നുള്ളതൊന്ന് മെഷർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതിൽ ആദ്യത്തെ ഒരു പാർട്ടിൽ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ബെസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ് ഏതായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 to 10 years എൻ്റെ ചൈൽഡ്ഹുഡാണ്, പിന്നെ എൻ്റെ ടീനേജാണ്. അപ്പോൾ ഇതിൽ ഏത് പാർട്ട് ഓഫ് ലൈഫായിരുന്നു എൻ്റെ ബെസ്റ്റ് എന്നുള്ളത് എഴുതാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് രണ്ടാമത് ഐ ഡ്രീം അബൌട്ട്, അതായത് നിങ്ങൾ സ്വപ്നം കാണുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി മൂന്നാമതായിട്ട് ഐ ബിലീവ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് എഴുതുന്ന സ്ഥലമാണ്. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസങ്ങൾ, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യാം. ഫൈനലി നാലാമതായിട്ട് എങ്ങനെയാണ് നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സ്പേസാണ്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നാവിഗേറ്റിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞാണ് ഹെഡിങ്. അതിൽ 2 സെക്ഷൻ ഉണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണോ ഓവർകം ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഈ ഇയർ നിങ്ങൾ ഓവർകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെഴുതാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചില ഭയങ്ങളായിരിക്കാം, നിങ്ങളുടെ മടിയായിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ ആൻസൈറ്റി ആവാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഓവർ ഈറ്റിംഗ് ആവാം, അണ്ടർ ഈറ്റിംഗ് ആവാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതുന്ന ഏരിയയാണ്. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഇവിടെ എഴുതാനാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ ആ പേജിൻ്റെ ലാസ്റ്റ് തിങ്സ് ടു എംബ്രേസ്, അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ വെൽക്കം ചെയ്യാനായിട്ട് ഇരിക്കുന്നത്, ഈ ഒരു ഇയറിൽ നിങ്ങളിലേക്ക് വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെഴുതുക. അങ്ങനെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണേ. എന്തായാലും നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അതിനകത്താണ് ബക്കറ്റ് ലിസ്റ്റും ആൻറ്റി ബക്കറ്റ് ലിസ്റ്റും ഉള്ളത്. ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ മുന്നത്തെ വർഷത്തിലൊക്കെ ബുള്ളറ്റ് ജേർണലിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് ടൈമിൽ. നമ്മൾക്കറിയാം, ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടാവും. എന്നാൽ മറ്റേ ഗോള് പോലെ നമ്മുടെ ഡെഡ് ലൈനും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ പോകണം, നേടിയെടുക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതാനുള്ളതാണ്. ആൻറ്റി ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് നമ്മുടെ ലൈഫിനെ നമ്മളൊരു മാക്രോ വ്യൂവിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഒരിക്കലും നമ്മളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടാത്തൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആൻറ്റി ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് എൻ്റെ ബുള്ളറ്റ് ജേർണലിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ റെഫർ ചെയ്ത വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനുള്ളൊരു ഏരിയ. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ജേർണലല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയോ നമ്മുടെ പാരൻസിൻ്റെ കൂടെയോ ഒക്കെ ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തന്നെയാണ് മേജർ ഡിഫറൻസ്. നമുക്കൊരു പ്ലാനർ നമ്മളായിട്ട് ഉണ്ടാക്കി കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേജസ് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ പറ്റും. ഇതാകുമ്പോൾ ഇവർ കൊണ്ട് തന്നിട്ടുള്ള ഏരിയാസിൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ പ്ലാനർ ആകുമ്പോൾ നമുക്കിപ്പോൾ ഒരു 1 ഇയറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിനകത്ത് കൊള്ളും. മറ്റേത് എനിക്ക് 5 ബുക്സ് ഉണ്ടാവും. സോ അത് തപ്പി നടക്കുക അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. പിന്നെ എല്ലാം കൂടി ഒരു പേജിലുള്ളത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. സോ കുറച്ചിപ്പോൾ എനിക്ക് ഇഷ്ടം കൂടുതൽ ഇങ്ങനെയുള്ള പ്ലാനറുകളോടാണ്. അപ്പോൾ ഈ ഒരു ഫാക്ട് നോട്ട്സിൻ്റെ പ്ലാനറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാനെപ്പോഴും ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്തായാലും നമുക്ക് അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഞാനെപ്പോഴും ചെയ്യുന്നത് ആകെ ഒരു ഏരിയ വിട്ടിട്ട് ഐഡിയൽ ഡേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. ഇത് ഐഡിയൽ വീക്ക് എന്നാണ്. അതായത് നമ്മൾ സമയം കൊടുക്കുക, മൺഡേ എങ്ങനെയായിരിക്കണം, ട്യൂസ്ഡേ എങ്ങനെയായിരിക്കണം, വെനസ്ഡേ എങ്ങനെയായിരിക്കണം എന്ന്, സൺഡേ എങ്ങനെയായിരിക്കണം എന്ന് വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. അതായത് എൻ്റെ ഒരു പെർഫെക്റ്റ് മൺഡേ എന്ന് ഞാൻ പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം, പെർഫെക്റ്റ് ട്യൂസ്ഡേ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഐഡിയൽ ഡേ എൻ്റെ പഴയ ബുള്ളറ്റ് ജേർണലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാണ്. നമ്മളെല്ലാവർക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാവില്ലേ, രാവിലെ മോർണിംഗ് എങ്ങനെയായിരിക്കണം, ഉച്ചയ്ക്ക് എങ്ങനെയായിരിക്കണം, വൈകിട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ടൈം ടേബിൾ ഉള്ള പോലെ നമ്മൾ ടൈം ടേബിൾ തിരിച്ചൊക്കെ എഴുതുമല്ലോ, അതുപോലെ തന്നെ എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരാഴ്ച മുഴുവൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്ത് എഴുതാം. ഒരു റഫ് ബുക്കിനകത്ത് എഴുതി നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാനെപ്പോഴും ചെയ്തിരുന്ന ഐഡിയൽ ഡേ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഐഡിയൽ ഡേയേക്കാളും എപ്പോഴും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഐഡിയൽ വീക്ക് തന്നെയാണ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെൽഫ് കെയർ ചെയ്യും. തിങ്കളാഴ്ച ഇപ്പോൾ ഐഡിയൽ ഡേയിലും നമുക്കുണ്ടെങ്കിൽ സെൽഫ് കെയറിന് രാവിലെ മോർണിംഗിൽ സെൽഫ് കെയർ, രണ്ടാമത് സ്റ്റഡി ടൈം, അങ്ങനെയാണ് നമ്മൾ ഒരു ഐഡിയൽ ഡേ എഴുതുന്നത്. ഐഡിയൽ വീക്കിലേക്ക് വരുമ്പോൾ ഓരോ ആഴ്ചയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒരു ദിവസം കൂടുതൽ ഫോക്കസ് നമുക്ക് ഹെയർ കെയറിലേക്ക് കൊടുക്കാം, ഒരു ദിവസം വേണമെങ്കിൽ ഫോക്കസ് നമുക്ക് ഒരു സബ്ജക്റ്റിലേക്ക് കൊടുക്കാം, ഒരു ദിവസം റിവിഷന് കൊടുക്കാം. സോ എല്ലാ ട്യൂസ്ഡേയും റിവിഷൻ ഡേ ആണ്, അല്ലെങ്കിൽ എല്ലാ വെനസ്ഡേയും നോട്ട് പ്രിപ്പറേഷൻ ഡേ ആണ് എന്നുള്ള രീതിയിലേക്കും നമുക്കിവിടെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പേജ് കാണുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയൽ വീക്ക് പേജ് കാണുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം ഞാൻ എവിടെ കണ്ടില്ലല്ലോ എന്ന് വിഷമമുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളുടെ ആദ്യം എഴുതി വെച്ച 5 ഗോളുകളുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഐഡിയൽ വീക്കും എന്ന് മറന്നു വരുത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കോഡ്സ് എഴുതിയെടുക്കാനുള്ള ഏരിയ ഉണ്ട്. കോഡ്സ് എഴുതിയെടുക്കുമ്പോൾ ഒരു റഫ് ബുക്കിൻ്റെ അകത്ത് ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലും പിന്നിൻട്രസ്റ്റിൽ നിന്നൊക്കെ കോഡ്സ് എഴുതിയെടുക്കുക, നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ തോന്നുന്ന കോഡ്സ് അത് മാത്രം എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഭംഗിയിൽ വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതുക കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ഉണ്ട്. അവിടെ വേണമെങ്കിൽ അഫർമേഷൻസ് കാര്യങ്ങൾ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ കോഡ്സ് തന്നെ വലിയ കോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എഴുതിയെടുക്കാം. സോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജനുവരി മന്തിലെ ഫസ്റ്റ് പേജിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ മന്ത്ലി ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജനുവരിക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർ കളർ ഫീൽ ചെയ്യുന്നില്ലേ, വാട്ടർ കളർ വെച്ച് ചെയ്ത പോലെ എന്തായാലും മനോഹരമായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ അവർ ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്, ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് എനിത്തിങ് യു വാണ്ട് എന്നാണ്. കോട്ട്സും അത്യാവശ്യം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഓരോ പേജസിലെയും. അടുത്തത് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഞാനൊരു കലണ്ടർ പോലെ എഴുതിയിട്ട് ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിലൊരു മന്ത്ലി ലോഗും പോയിട്ടുള്ളത്. സോ ജനുവരിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ദിവസവും വേണമെങ്കിൽ ഈവൻറ്റ്സ് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന സ്പെഷ്യൽ ഡേയ്സ് കാര്യങ്ങൾ എഴുതിയെടുക്കാം. പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ കോളാണ് ഓരോ ഡേറ്റ്സിനും കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നോട്ട്സ് എന്തെങ്കിലും എഴുതണമെങ്കിലും അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിലും മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിൻ്റെ അകത്ത് ബഡ്ജറ്റ് പ്ലാനാണ്. ഇൻകം എഴുതിയെടുക്കാനും അതിന് എമൗണ്ട് എഴുതിയെടുക്കാനും എക്സ്പെൻസസിനും എമൗണ്ടിനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ആക്ച്വലി ബഡ്ജറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊരു വിഷമം വന്ന കാര്യം, നമുക്ക് ബഡ്ജറ്റഡ് എമൗണ്ട് എഴുതാനും ആക്ച്വൽ എമൗണ്ട് എഴുതാനും സെപ്പറേറ്റ് കോളായിട്ട് തിരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി. ഇതിപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് രണ്ടും കൂടി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. എന്തായാലും ലാസ്റ്റ് ഇവിടെ സേവ് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിങ്ങിന് ഒരു ഏരിയ ഉണ്ട്, ആക്ച്വൽ സേവിങ്സിനുള്ള സ്പേസ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാനും ഒരു സ്പെഷ്യൽ കോളം അവർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഇനി പണ്ട് എൻ്റെ പ്ലാനറിൽ ഉണ്ടായിരുന്നതും പിന്നീട് അത് മാഞ്ഞു പോയതുമായിട്ടുള്ള ഒരു മീൽ പ്ലാനർ ഏരിയ ഈ ഒരു ബുക്കിനകത്തുണ്ട്. ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഹോം മേക്കേഴ്സിന്. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ പതിയെ അതിനെടുത്ത് കളഞ്ഞു. ഞാൻ എന്നിട്ട് ഡെയിലി ലോഗിനകത്താണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കാറുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു മീൽ പ്ലാനർ ഉള്ളത് വളരെ ഉപകാരപ്രദമാകും. തൊട്ടപ്പുറത്ത് തന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ മന്ത്ലിയൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആകും. നോട്ട്സ് എന്ന് പറയുന്ന ഏരിയയിൽ വീക്ക്ലി പർച്ചേസ് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അതല്ല വെച്ചാൽ നല്ല സ്പെഷ്യൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ നോട്ട്സിൻ്റെ ഏരിയയൊക്കെ എനിക്ക് ഒന്ന് യൂസ്ഫുൾ ആകുമായിരിക്കും. ചെയ്ത് നോക്കുമ്പോഴേ എനിക്കറിയാൻ പറ്റും. ഞാനിങ്ങനെ ഒരു ഏരിയ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ മീൽ പ്ലാനർ എനിക്ക് പണ്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമുക്ക് മൂഡ് ട്രാക്കർ കാണാം. നേരത്തെ പറഞ്ഞ മീൽ പ്ലാനർ ആണെങ്കിലും മൂഡ് ട്രാക്കർ ആണെങ്കിലും കുത്തിയിരുന്ന് വരക്കാൻ നേരമില്ല ഇപ്പോൾ എനിക്ക്, അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പേജുകളാണ് ഇതൊക്കെ. ഓരോ ദിവസവും നമ്മുടെ മൂഡ് എങ്ങനെയാണ്, അതായത് ആൻസൈറ്റി ഉണ്ടോ, സ്ട്രെസ്ഡ് ആണോ, ഡിപ്രഷൻ ഉണ്ടോ, ഹാപ്പി ആണോ, എങ്ങനെയാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേജ് വളരെ യൂസ്ഫുള്ളാണ്. സ്ട്രെസ്സൊക്കെ നോർമലാണ്, പക്ഷേ 1, 2, 3, 4 ദിവസങ്ങളിലേക്കൊക്കെ അത് നീണ്ടുപോയാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ എന്താ പറയുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ കണ്ടീഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ബുക്ക് വെച്ചിട്ട് ചാനലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി വരുന്ന നെഗറ്റീവ് ടോക്സ് എന്നൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിന് നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് വെച്ചിട്ട് മാറ്റി എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹം അത് എന്നെക്കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലാക്കുക. അതിൻ്റെ മുന്നിൽ വരുന്ന ഓരോ റോഡ് ബ്ലോക്സിനെ നേരിടുന്ന രീതിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായുള്ള അഫർമേഷൻ വെച്ചിട്ട് അത് നിങ്ങൾക്ക് മാറ്റാം. സോ അത് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്പേസ് ഇവിടെ ഉള്ളത്, അഫർമേഷൻ ഫോർ ദ മന്ത്. അതുപോലെ പറയാൻ പറ്റുമോ, ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു സ്പേസ് തന്നിട്ട് ആ ഒരു ഫുൾ മന്തിൻ്റെ ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജേർണലിംഗ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യുന്നുണ്ടോ, ഓരോ ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ അത്
കളർ ചെയ്യാം. ഒരു ഹാബിറ്റ് ട്രാക്കർ പോലെ വേണമെങ്കിൽ ആക്കിയെടുക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി ഇതിന് മറ്റു വല്ല ഉദ്ദേശം ഉണ്ടെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ എന്തായാലും ജേർണലിംഗ് എഴുതിയിട്ട് ജേർണൽ ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം കളർ ചെയ്യാം. അതുപോലെ തന്നെ മൂഡ് ട്രാക്കറിൻ്റെ കളർ ചോയ്സ് നമ്മുടെയാണ്. പൂച്ചക്ക് മാച്ച് ചെയ്ത കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസത്തിൽ പൂച്ച വരുമോ എന്ന് നോക്കാം, അല്ലെങ്കിൽ സെയിം കളറിൽ വരുമോ എന്നൊക്കെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. സോ അടുത്ത പേജിൽ രണ്ടാമത്തെ സെക്ഷനിൽ ഗോൾ ഫോർ ദ മന്ത് ആണുള്ളത്. ആ മാസത്തെ ഗോൾ, നമ്മുടെ വലിയ ഗോളിലേക്ക് എത്താനുള്ള കുഞ്ഞു കുഞ്ഞു ഗോൾസ് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് പോയിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മന്തിൽ എന്തിനാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത്, എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ 5 ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വന്നത്, നിങ്ങളുടെ ഗോളിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ആ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും സ്പേസ് ഉണ്ട്. ഈ പേജുകളൊക്കെ എല്ലാ മാസവും ഉണ്ട് കേട്ടോ. ഇതേ പാറ്റേണിൽ എല്ലാ മാസത്തെയും പേജുകളുടെ ഒപ്പം അറ്റാച്ച്ഡാണ്. ഇനി നമ്മുടെ ഡെയിലി ലോഗ് ഉണ്ടല്ലോ, ഞാൻ സാധാരണ ഒരു പേജ് ഫുള്ളായിട്ടും യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ കുറച്ച് സ്പേസുകളേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കൊടുത്തിട്ടുള്ള 5 ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റുകൾ മാത്രം എഴുതുന്നതായിരിക്കും ഈ ഒരു ഏരിയയിൽ ബെറ്റർ. അത് കൂടാതെ പക്ഷേ നമുക്കിവിടെ ടോപ്പ് പ്രയോറിറ്റീസിന് സ്പേസ് ഉണ്ട്, തിങ്സ് ടു റിമെമ്പർ ഉണ്ട്, പിന്നെ നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ, സ്ലീപ്പ് ലോഗൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ 5 ദിവസങ്ങൾ, ചിലതിൽ 4 ദിവസങ്ങളൊക്കെ ആയിട്ട് റൈറ്റ് സൈഡ്, ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രയോറിറ്റീസും തിങ്സ് ടു റിമെമ്പറും ഹാബിറ്റ് ട്രാക്കറും ഒക്കെ ഉള്ള ഇതായിട്ട് ഇപ്പുറത്ത് എഴുതിയിട്ട് ആ ഒരു മന്ത് അവസാനിക്കുമ്പോൾ മന്ത്ലി റിഫ്ലക്ഷൻ, അതായത് ആ മാസത്തിൽ അക്കംപ്ലിഷ് ചെയ്ത കാര്യങ്ങൾ എഴുതാനും എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതാനും, പിന്നെ നിങ്ങൾ ആ ഒരു മന്തിൽ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ലേണിംഗ്, സർട്ടൻ മിസ്റ്റേക്സ് ഉണ്ടാവാം, ആ മിസ്റ്റേക്സിൽ നിന്നും നിങ്ങൾ ലേൺ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വന്നുപോയ മിസ്റ്റേക്സ് കാര്യങ്ങൾക്ക് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതാനും, ഇതുകൂടാതെ വെൽനെസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഹാപ്പിനെസ് മെഷർ ചെയ്യാം, ഫിസിക്കൽ ഹെൽത്ത് മെഷർ ചെയ്യാം, മെൻ്റൽ ഹെൽത്ത്, പ്രൊഡക്ടിവിറ്റി, മീ ടൈം, ഇതൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു ആ മന്തിൽ എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെൽനെസ് ട്രാക്കറും കൂടി ആ ലാസ്റ്റ് പേജുകളിൽ ഉണ്ട്. പിന്നെ എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും എഴുതാൻ അതിനും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. സോ ഇതോട് കൂടിയിട്ട് ജനുവരി മാസം കഴിഞ്ഞു. ഇനി ഫെബ്രുവരി മാസത്തിലും ഓൾമോസ്റ്റ് എല്ലാ പേജസും സിമിലർ ആണ്. പിന്നെ മൂഡ് ട്രാക്കറുകൾക്ക് വ്യത്യാസം ഉണ്ടാകും, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഫ്രണ്ട് പേജസിനും വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടാണ് ജനുവരി ഫെബ്രുവരി എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അതും ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കാത്തത് 6 months കഴിയുമ്പോൾ ഒരു റോഡ് മാപ്പ്, അതായത് നമ്മൾ എവിടം വരെ എത്തിയെന്ന് എഴുതുന്നതിന് വേണ്ടിയിട്ടൊരു പേജ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് പേജസ് ഉണ്ട്. ഇതിൽ വായിക്കാൻ ഇഷ്ടമുള്ളവർ, സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് ഓരോ പേജസ് വീതം കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് റെസ്റ്റോറൻറ്റ് ലിസ്റ്റ് അടക്കം കുറേ പേജസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് സ്റ്റിക്കേഴ്സ് അവർ തന്നിട്ടുണ്ട്. പേഴ്സണലി സ്റ്റിക്കേഴ്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. സ്റ്റിക്കേഴ്സിൻ്റെ ക്വാളിറ്റിയിലും എനിക്കത്ര ഇഷ്ടമൊന്നും തോന്നിയില്ല. നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമല്ലോ, സ്റ്റിക്കർ സൂക്ഷിക്കാൻ ഒരു ബാഗൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പറും അവൈലബിൾ ആണ്.